ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂടിൽ നടന്നിട്ടുള്ള അതിദാരുണമായിട്ടുള്ള കൊലപാതകങ്ങൾ. 6 പേര് കൊല്ലപ്പെട്ടു എന്ന് തന്നെയായിരുന്നു അഫാൻ്റെയും വിശ്വാസം. പക്ഷേ അത്ഭുതകരമായിട്ട് ഉമ്മ ഷെമി രക്ഷപ്പെടുന്നു. ഇവിടെ കൊണ്ടൊന്നുമല്ല കഥ അവസാനിച്ചിരുന്നത്. അവൻ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ആൾക്കാർ ഇനിയും ഉണ്ടായിരുന്നു. 8 പേരെ കൊല്ലാനായിരുന്നു അഫാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. തട്ടത്തുമലയിൽ താമസിക്കുന്ന അവരുടെ ഉറ്റ ബന്ധുക്കളായിട്ടുള്ള ഒരു അമ്മയെയും മകളെയും കൂടി കൊല്ലാനായിട്ട് അഫാൻ പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നു. ഇത് മാനസികാരോഗ്യ വിദഗ്ധന് അവൻ കൊടുത്ത സംസാരിക്കുന്നതിനിടയിൽ അവൻ കൊടുത്ത മൊഴിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവന് മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അവൻ്റെ മാനസിക നില വല്ലാത്ത ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലാണെന്നുള്ള വാർത്തകളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത്, എന്തുകൊണ്ട് അവരെ കൊല്ലാൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരടുത്തൊരു 5 ലക്ഷം രൂപ ഇവൻ സഹായമായിട്ട് കടമായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ കൊടുത്തില്ല, വിസമ്മതിച്ചു. അത് കാരണം ആ പൈസ കടം കൊടുക്കാത്തത് കൊണ്ട് മാത്രം അവരോട് ഒടുങ്ങാത്ത പക തോന്നി. അതുകൊണ്ട് അവരെ 2 പേരെയും തട്ടിക്കളയാൻ വേണ്ടിയിട്ട് ഞാൻ ലിസ്റ്റിലിട്ടു എന്നാണ് ഇവൻ പറഞ്ഞതെന്ന് പറയുന്നത്. അതിൽ കൊണ്ട് മാത്രം നിൽക്കുന്നില്ല, വേറെ ഒരാളെ ഇതിൽ നിന്ന് ഒഴിവാക്കി, എന്തോ ഭാഗ്യം കൊണ്ട് അവൻ ഒഴിവാക്കിയതുണ്ടായിരുന്നു ഇവൻ്റെ ഒരു മാമ. അദ്ദേഹത്തിനോടും പണം ചോദിച്ചു, കൊടുത്തില്ല, കുറ്റപ്പെടുത്തൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അയാളോടും ശത്രുത തോന്നിയിരുന്നു, കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തതിന് കാരണം അയാൾക്ക് കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയെന്നാണ് ഇയാൾ ഡോക്ടറിനോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ആദ്യം തൊട്ടേ ഒരു വാർത്ത വന്ന അപ്പോഴും മുതൽ എല്ലാ ആൾക്കാരും സംസാരിക്കുന്നുണ്ട്. വെറും മദ്യത്തിൽ മാത്രം ഇവൻ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തു തീർക്കാൻ കഴിയില്ല. കാരണം എത്ര മദ്യം ഉപയോഗിച്ചെന്ന് കഴിഞ്ഞാലും ഇത്രയും രൂക്ഷമായിട്ട് ആൾക്കാർ, അല്ലെങ്കിൽ അതിക്രൂരമായിട്ട് കൊല്ലുന്ന സമയത്ത്, ഇത്രയും ചോര തളം കിട്ടുന്ന കാഴ്ച കാണുന്ന സമയത്ത് എത്ര മദ്യപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് സഹിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഏറ്റവും ഉറ്റവരായിട്ടുള്ള ആൾക്കാരെ, പ്രണയിച്ച പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വന്തം അനുജനെയൊക്കെ കൊല്ലാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരു കൺക്ലൂഷൻ എത്തിയത്, ഇവൻ ഏറ്റവും മുഴുത്തൊരു ലഹരിക്ക് അടിമയായിരിക്കാം, ആ ലഹരി കണ്ടെത്താൻ കഴിയാത്തതാണ് എന്ന്. അത് ആർക്കും കണ്ടെത്താൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ഒറ്റ ലഹരിയാണ്, എല്ലാ മനുഷ്യരിലും ആ ലഹരി ഒളിച്ചിരിപ്പുണ്ട്. ആ ലഹരി തന്നെയായിരിക്കും ഇവൻ ഏറ്റവും വലിയ ശത്രുവായി മാറിയതും ഇവൻ കൊല്ലാനുള്ള കാരണമായി എടുത്തതും. പണമായിരിക്കാം ആ വലിയൊരു ലഹരി. കാരണം ഇതിൻ്റെ എല്ലാം മോട്ടീവ് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, അല്ലെങ്കിൽ പറയുന്ന മൊഴി എന്ന് പറയുന്നത്, പണം ചോദിച്ചു, കൊടുത്തില്ല. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന കാര്യത്തിലും കടം തന്നെയാണ് പ്രശ്നമായിട്ട് വരുന്നത്. അപ്പം പണം എന്ന് പറയുന്നത് ഈ പറയുന്ന, എനിക്ക് തോന്നുന്നു, ഏറ്റവും കടുത്ത ഡ്രഗ്സിനെക്കാളും മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങളെക്കാളും ഭീകരമായിട്ടുള്ള ഒരു ലഹരി തന്നെയാണ്. ആ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിഞ്ഞൂടെ, നമ്മൾ ചില ഗെയിംസിൻ്റെയൊക്കെ കാര്യങ്ങൾ കാണുന്ന സമയത്ത് പണം നേടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമ്മൾ 10 ഇടും, കിട്ടുന്നില്ല, പോയി 100 ഇടും. പിന്നെ അതിനോടുള്ള വാശി തോന്നി ഇതൊരു ഭ്രാന്തായി മാറുന്നുണ്ട്, ഭ്രാന്തായി മാറുന്നുണ്ട്. ചില ആൾക്കാർ നമ്മൾ പറയത്തില്ലേ, ബിസിനസ് തകർന്ന് ഒരുപാട് ഇതിലായി അവസാനം ഭ്രാന്തായി പോകുന്ന അവസ്ഥ. അപ്പോൾ പണം എന്ന് പറയുന്ന ആളുടെ ഓരോരോ കാര്യം കൊണ്ട് ഒരാളുടെ മാനസിക നില ഒരുപാട് താളം തെറ്റിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ലഹരി തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത്. മേ ബി അത് തന്നെയായിരിക്കും ഇവൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. കുഞ്ഞിലേ തൊട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഒരു 16-17 വയസ്സിൽ ബാപ്പയുടെ ഈ പറയുന്ന അതുവരെ ഉണ്ടായിരുന്ന ഒരു സുഖ സൗകര്യങ്ങൾ ബാപ്പയുടെ ബിസിനസ് തകർന്നതിൽ കൂടി നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതി, അതുമൂലം ഉണ്ടായ കുറേ കാര്യങ്ങൾ, ഇങ്ങനെയായിരിക്കും ഇവൻ്റെ ഒരുപക്ഷെ മാനസിക നില അന്ന് മുതലേ തെറ്റി തുടങ്ങിയിട്ടുള്ളത്. ഭ്രാന്തൻ എന്ന് പറയുന്നില്ല, പണഭ്രാന്തൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിലപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെയും നമുക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ഫർസാന എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരിക്കലും ഇത്രയും കാമുകിയെ ഇങ്ങനെയൊന്നും ദാരുണമായിട്ട് കൊല്ലാൻ കഴിയില്ല. അപ്പം ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഫർസാനയുടെ മാല അടക്കമുള്ള കാര്യങ്ങൾ ഇവൻ പണയം വെച്ചിട്ടുണ്ടായിരുന്നു, അത് ബാപ്പ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബാപ്പ അവിടുന്ന് പണം ഇവൻ ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് എടുത്തു കൊടുക്കാനുള്ളത്. എന്നിട്ടും ആ മാല പോലും ഇവൻ എടുത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി വീട്ടിൽ ആ പെൺകുട്ടിയുടെ അച്ഛൻ ഈ ബന്ധം ഒന്നും അറിയത്തില്ല, അമ്മയ്ക്ക് മാത്രമാണ് അറിയുന്നത്, മറ്റുള്ളവർക്കാണ് അറിയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും കുട്ടി മാല ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് തന്നെയായിരിക്കും ഫർസാനയോടും ഇവന് പകയുണ്ടാവാനുള്ള കാരണം പണത്തിനോട് അഡിക്ഷൻ തോന്നി. അവന് പണം എന്ന് വെച്ചാൽ ഭ്രാന്താണെന്ന് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. അച്ഛൻ ഇത്രയും കടക്കണിയിൽ നിൽക്കുന്ന സമയത്ത്, നാട്ടിൽ വരാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പോലും, അച്ഛൻ്റെ അവസ്ഥ അറിയാതെ പോലും ഇവൻ ഇത്രയും ആഡംബരം, കടം വാങ്ങി വണ്ടികൾ മേടിച്ചു കൂട്ടുക, ആഡംബരമായിട്ടുള്ള ജീവിതം നയിക്കുക എന്നുള്ള ഒറ്റ കാര്യം ആലോചിക്കുന്ന സമയത്ത് തന്നെ ഇവൻ സാധാരണ മാനസിക നിലയിൽ ഉള്ള ഒരുത്തനല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് പണത്തിനോട് അതിഭ്രാന്തമായിട്ടുള്ള ഒരു സ്നേഹം,
അതാണ് അവൻ്റെ ഏറ്റവും വലിയ സ്നേഹം. അവൻ ആരെങ്കിലും ഈ ലോകത്തിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പണത്തിനെ മാത്രമായിരിക്കും. ആ പണം നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയ സമയത്തായിരിക്കും ഒരുപക്ഷെ ഇവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എല്ലാത്തിനും കൂട്ടുനിന്ന ഉമ്മയെ പോലും ഉപദ്രവിക്കാനായിട്ട് അവന് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അതിലപ്പുറത്തേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ചുറ്റി വെച്ച് ഇവൻ ബാക്കി എല്ലാവരെയും ഉപദ്രവിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഉമ്മയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. അപ്പം ഇതിൽ നിന്ന് കുറേയൊക്കെ കാര്യങ്ങൾ വ്യക്തമായി ഒളിഞ്ഞു കിടക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അതായത് ബാപ്പയ്ക്ക് നാട്ടിലും അവിടെയായിട്ടുണ്ടായിരുന്നത് 15-20 ലക്ഷം രൂപയുടെ കടമാണെന്ന് ആ മനുഷ്യൻ പറയുന്നു. റഹീം എന്ന് പറയുന്ന മനുഷ്യൻ 65 ലക്ഷം രൂപയുടെ കടം ഉണ്ടാക്കാനുള്ള യാതൊരു കാര്യവും ഇവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ലെന്നും ആ മനുഷ്യൻ പറയുന്നുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് കടം വാങ്ങിച്ച് തനിക്ക് അങ്ങോട്ട് അയച്ചു തരൂ എന്നും ഒരിക്കലും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ ഭാര്യയ്ക്കോ മകനോ ആ പിതാവിനോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു വീട് അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അയാളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത വീടാണ്. അപ്പം അച്ഛന് വരാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ആ അച്ഛനോട്, ആ ഭർത്താവിനോട് സ്നേഹമുള്ള, കാരണം 23 വയസ്സെന്ന് പറയുന്നത് നല്ല പക്വതയുള്ളൊരു പ്രായം തന്നെയാണ്. വീട് പണയം വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ വിൽക്കാൻ പറ്റും. എന്നിട്ട് അച്ഛൻ അയച്ചു കൊടുക്കാനുള്ള പൈസ അയച്ചു കൊടുത്തിട്ട് അവിടെ തീർക്കാനുള്ള കടം തീർക്കൂ, നമുക്ക് വാടകയ്ക്ക് പോവാം, ഇനിയും ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥ പോലും ഈ ഭാര്യയ്ക്കോ മകനോ ഉണ്ടായില്ലെങ്കിൽ അതിന് പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് സ്വന്തം സുഖം, സ്വന്തം സൗകര്യങ്ങൾ, സ്വന്തം ദൂർത്ത് മാത്രമാണ്. അല്ലെങ്കിൽ ഒരിക്കലും സ്വന്തം പിതാവിനെ അവിടിട്ട് നരയിക്കാൻ വേണ്ടി സ്നേഹമുള്ള ഒരു മക്കളും ഒരു ഭാര്യയും സമ്മതിക്കില്ല എന്നുള്ള പരമാർത്ഥം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് അവർക്ക് ക്യാൻസർ പേഷ്യൻ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് കുറേയധികം ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് അവർ ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിച്ചാണെന്ന്. പക്ഷേ ആ ഭർത്താവ് പറയുന്നുണ്ട് 60,000 രൂപയോളം അടക്കം കഴിഞ്ഞ മാസം അങ്ങേ മാസമൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പം കൃത്യമായി ഇത്രയും ഒരു അവസ്ഥയിലേക്ക് എത്തിയ ആ മനുഷ്യന് നിഷ്പ്രയാസം പറയാൻ പറ്റും അയാൾ ഉണ്ടാക്കിയ വീടാണ്, അയാൾക്ക് പറഞ്ഞൂടെ ഈ വീട് വിൽക്കൂ, എനിക്കുള്ള ആവശ്യങ്ങൾ ചെയ്തിട്ട് ഞാൻ നാട്ടിലേക്ക് വരാം, എന്നിട്ട് നമുക്ക് ഒന്നേന്ന് തുടങ്ങാമെന്ന് പറയാൻ പറ്റും. പക്ഷെ അവരുടെ സന്തോഷം, അവരുടെ സുഖം മാത്രം നോക്കിയിട്ട് ആ മനുഷ്യൻ അതുപോലും ഭയങ്കരമായിട്ട് മുന്നോട്ട് ആവശ്യത്തെ ഇടയ്ക്ക് ആലോചിച്ചെങ്കിലും കൊണ്ടുപോയിട്ടില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, വീട്ടുകാർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതിനോടൊപ്പം തന്നെ ആ മനുഷ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഇത്രയും കടങ്ങൾ, ഇതൊന്നും നോക്കണ്ട, മകൻ്റെ ദൂരത്തിന് അമ്മ കൂട്ടു നിന്നു എന്ന് മനസ്സിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ. കടം മേടിച്ച് മകൻ ഒരു വണ്ടി ഇരിപ്പുണ്ട്, അതിലടക്കം വീണ്ടും വീണ്ടും വണ്ടികൾ വാങ്ങി കൂട്ടുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ അവസ്ഥ അതല്ല. നമ്മുടെ ബാപ്പ പോലും അച്ഛൻ പോലും ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ഒരമ്മയ്ക്കാണ് മകനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത്. പക്ഷേ അതിൽ അവർ പരാജയപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ, അതിൽ മകന് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു അവസ്ഥയ്ക്കൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ അവനെ വളർത്തിയ ദോഷവും കൂടി തന്നെയാണ്. അതിൽ ആ വാപ്പയെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഉമ്മയെ ചെറുതായിട്ടെങ്കിലും അവർക്ക് ചെറുതൊന്നുമല്ല, നല്ല രീതിക്ക് കുറ്റം പറയേണ്ട അവസ്ഥയുണ്ട്. കാരണം തലമറന്ന് എണ്ണ തേക്കുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വരവറിയാതെ ചിലവ് ചെയ്തത് കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ കൂടുതലും. അതുകൊണ്ട് തന്നെയാണ് മകനോട് പലവട്ടം അവർ പറയേണ്ടി വന്നിട്ടുള്ളത് നമുക്ക് ആത്മഹത്യ ചെയ്യാമെന്നൊരു കാര്യം. ഇനി എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഭർത്താവ് എന്തായാലും കടം തീർന്നു വരുന്ന കാര്യങ്ങൾ ഭാര്യയോട് ഷെയർ ചെയ്യാതിരിക്കത്തില്ല. കാരണം അവരൊരു അസുഖമുള്ളൊരു വ്യക്തിയാണ്, അവരുടെ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് അതൊക്കെ ഏറ്റവും മാനസികമായിട്ടുള്ള ഈ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ആ സമയത്ത് പോലും കടം തീർന്നു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടാവും. അതിൽ കൂട്ടു നിൽക്കുക ആ ഭർത്താവ് ചെയ്യത്തുള്ളൂ. ഇത്രയും നല്ലൊരു ഭർത്താവ് എന്ന് പറയുമ്പോൾ, ഇത്രയും കുടുംബത്തിന് വേണ്ടി സഹിച്ചൊരു ഭർത്താവ് എന്ന് പറയുമ്പോഴത്തേക്ക്, എന്നിട്ട് പോലും അവർ വീണ്ടും വീണ്ടും കടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റ് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, മജിസ്ട്രേറ്റിന് അമ്മ മൊഴി കൊടുത്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും അവർ പറയുകയാണ് ഞാൻ കട്ടിലിൽ നിന്ന് താഴെ വീണ് എനിക്ക് പരിക്ക് പറ്റിയതാണെന്ന്. കുറേയധികം ആൾക്കാർ അപ്പോഴും ന്യായീകരിക്കാൻ വരുന്നു, അവർ കട്ടിലിൽ നിന്ന് വീണതല്ലേ, തലയിൽ ആഘാതമേറ്റ് കാണും, അപ്പം മറവി സംഭവിച്ചിട്ടുണ്ടായിരിക്കും, മകനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവർക്ക് ഓർമ്മയില്ലെന്ന്. ഇതൊന്നുമല്ല വസ്തുത എന്ന് പറയുന്നത്. തലയ്ക്ക് അത്രയും വലിയ ആഴത്തിലുള്ള ആഘാതം ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മറവി അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ആഘാതം ഏറ്റിട്ടുണ്ടാവാം പക്ഷെ അത് മറവിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ ഒരുപോലെ മറന്നുപോകും സ്വാഭാവികമായിട്ടും. കുറേശ്ശെയുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ഓർമ്മയിൽ ഇങ്ങനെ തങ്ങി അവർക്ക് അവരുടെ ഭർത്താവിനെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഇത് ഒറ്റ കാര്യമുള്ളൂ, അവർക്ക് മകനെ, ഏതൊരമ്മയും അതങ്ങനെയാണ്. അമ്മമാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന്മാരും പലരും അങ്ങനെ ചെയ്യാറുണ്ട്, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അപ്പം ജയിലിൽ പോകുന്നുള്ള കാര്യം ഉറപ്പായിട്ടും ആ അമ്മയ്ക്ക് ബോധത്തിലുണ്ട്. അപ്പം എന്നെ ഉപദ്രവിച്ചത് എൻ്റെ മകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമായി തീരും. നമ്മളിപ്പം അറിഞ്ഞൊരു കേസിൽ പോലും കണ്ടിട്ടുണ്ട്, മലപ്പുറത്ത് ഒരമ്മയെ മകൻ ഇതുപോലെ ലഹരി മൂത്ത് ഉപദ്രവിച്ചിട്ട് അത് നാട്ടുകാരൊക്കെ കൈവക്കി അവനെ പോലീസാണ് പിടിച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത്. അപ്പോഴും ആ അമ്മ പോലീസിന് മൊഴി കൊടുത്തില്ല മകനാണിത് ചെയ്തതെന്നുള്ളത്, അമ്മയ്ക്ക് പരാതിയില്ലെന്നാണ് പറയുന്നത്. അപ്പം അതാണ് അമ്മമാരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അവർ ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നതിനനുസരിച്ച് അവർ വഷളായി പോവും. പിന്നീട് ഭയങ്കര ബാധ്യതയായി മാറും. ആ മക്കൾക്ക് തന്നെ ദോഷമാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കില്ല. അവർക്ക് പെറ്റ നോവിൻ്റെ സ്നേഹമാണ് അപ്പം നിൽക്കുന്നതെന്ന് പറയുന്നത്. അതൊരിക്കലും മാറില്ല.
മാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ് ഈ ഷെമി എന്ന് പറയുന്ന ഉമ്മയിലും നിൽക്കുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് അമ്മയും മകനും കൂടിയാണ് ഈ പറയുന്ന കടം വാങ്ങിയിട്ടുള്ളതും ഇടപാടുകൾ നടത്തിയിട്ടുള്ളതും എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ മകനെ സംരക്ഷിച്ചേ പറ്റുള്ളൂ ആ ഉമ്മയ്ക്ക് എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ഒരു കാര്യങ്ങളും അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ മാനസിക നില അല്ലെങ്കിൽ മാനസികാരോഗ്യം നേരെയായി മെച്ചപ്പെടുന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കാര്യങ്ങൾ മൊത്തം തിരിച്ചറിയുന്ന സമയത്ത് ഉറപ്പായിട്ട് ഈ മകനെതിരെ ഈ അമ്മ പറയാനേ ചെയ്യും. കാരണം അവർ ഇളയ മകനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ കാര്യം അവർ അത്രയും നാൾ മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. കുടുംബത്തിൽ ഇത്രയധികം ഉറ്റ ബന്ധുക്കളെ കൊല്ലാനുള്ള അത്രയും ക്രൂര മനസ്സ് പോലും ഉണ്ടായിട്ടുള്ളതിൽ ഈ ഉമ്മ ഉറപ്പായിട്ട് നെഞ്ചുപൊട്ടി കരയുക തന്നെ ചെയ്യും. അത് അങ്ങനെ സംഭവിക്കുള്ളൂ. കാരണം ചെറുതല്ലാത്തൊരു തെറ്റ് തൻ്റെ ഭാഗത്തും അതിനുണ്ട്, പങ്കുണ്ടെന്ന് ആ ഉമ്മയ്ക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. മക്കളെ നന്നായി വളർത്തുക എന്ന് പറയുന്നത് അമ്മയുടെയും അച്ഛൻ്റെ കയ്യിലും ഇരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നേരത്തെ പറയുന്നത് പല വീഡിയോസിലും പറഞ്ഞതുപോലെ തന്നെ മക്കൾക്ക് ഏറ്റവും നല്ല രീതിക്ക് ഇടപഴകുന്ന അച്ഛനോ അമ്മയോ ആണെങ്കിൽ ഒറ്റ ദിവസത്തിൽ ഒറ്റ സെക്കൻഡിൽ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ആ മക്കളെ ആ അച്ഛനമ്മമാർ ശ്രദ്ധിക്കുന്നില്ല, അവരുടെ കാര്യങ്ങളിൽ അവർക്ക് ശ്രദ്ധ പുലർത്തുന്നില്ല എന്ന് തന്നെയാണ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾമാർ വഴി തെറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരും ഈ പറയുന്ന അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ്. അവരെ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും വരുന്ന മാറ്റങ്ങൾ മനസ്സിലാവുന്ന സമയത്ത് അവരുടെ കൂടെ ഉണ്ടെന്ന് തോന്നിയാൽ അവരൊന്നിലോട്ടും പോകില്ല. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മൾ എത്ര നന്നായിട്ട് വളർത്തി കഴിഞ്ഞാലും പുറത്ത് പോയി ചിലപ്പോൾ കൂട്ട് തെറ്റുമെന്ന്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളെ കൃത്യമായിട്ട് അത്രയും കരുതലോടെ നോക്കുന്ന അമ്മയ്ക്കോ അച്ഛനോ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. കുട്ടി ഇടപഴകുന്നതിൽ മാറ്റം വരും, സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വ്യത്യാസം വരും, സംസാരത്തിൽ മാറ്റം വരും. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തോ പ്രശ്നത്തിലാണെന്നുള്ളത്. അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ മുക്തമാക്കാനും പറ്റുന്നതാണ്. പക്ഷെ സമയമില്ല, ആർക്കും സമയമില്ല. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയും കെയർ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നത് അമ്മമാരാണ്. കാരണം അമ്മമാരുടെ നോട്ടമില്ലെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ കൗമാരപ്രായം ബാക്കി കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അതീവ ശ്രദ്ധ, നമുക്ക് ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങളിൽ അത് തന്നെയാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പെൺകുട്ടികൾക്ക് ആവശ്യമായിട്ട് നിൽക്കുന്നത് അമ്മയുടെ ആവശ്യമാണെന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കാരണം ഇതാണ്, പെൺകുട്ടികൾക്ക് എന്നിട്ട് പോലെ എന്തുകൊണ്ടാണ് നമ്മൾ എത്രയോ വാർത്തകൾ കേൾക്കുന്നു, പെൺകുട്ടികൾ സ്കൂളിൽ വയറുവേദന എടുക്കുന്നു, അതിനെ തുടർന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, അവിടെ വെച്ച് പ്രസവിക്കുന്നു. ഇത്രയും 9 മാസത്തിൽ സ്വന്തം മകൾക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത അമ്മമാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം എല്ലാ അമ്മമാരും അച്ഛന്മാരും എന്നല്ല ഞാനിതിൽ പറഞ്ഞത്, ചിലർന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ തെളിവുകളുമാണ് ഈ വാർത്തകളെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഏതൊക്കെ മക്കൾ വഷളാകുന്നതിന് വളം വെച്ച് കൊടുക്കുന്നത് പ്രധാന പങ്ക് ഈ അമ്മയും അച്ഛനും ഉണ്ട്. അപ്പം എത്ര നല്ലതായിട്ട് മക്കളെ വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ വഴി പിഴച്ചു പോകുന്ന അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വഴിയിലൂടെ ചെന്ന് കയറി പെട്ടുപോകുന്ന ഈ പിള്ളേരുടെ കൂടെ ആ നല്ല മക്കൾ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരും ഈ വഴിയിലേക്ക് തന്നെ പോകും. അപ്പം എല്ലാ രക്ഷിതാക്കളും ഒരുപോലെ മുന്നോട്ട് വന്ന് കൃത്യമായി അവരുടെ മക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ നേർവഴിക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഇനിയെങ്കിലും തുടങ്ങിയില്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇതിൻ്റെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. ഈ ഒരു കേസിലൂടെ ഇതൊക്കെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് എൻ്റെ ഒരു കൺക്ലൂഷൻ മാത്രമാണ്, എൻ്റെ ഒരു നിഗമനം മാത്രമാണ്. കാരണം ഉറപ്പായിട്ടും പല കേസ് ഇങ്ങനെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് ഒരുപാട് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഉറപ്പായിട്ടും ഈ മദ്യം എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ച ഒരുത്തന് ഇനി എത്ര തരത്തിലെന്ന് പറഞ്ഞു, ഒന്നാമത്തെ കാര്യം എൻ്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പല സ്ഥലങ്ങളിൽ പോയി വണ്ടി ഓടിച്ച് പോയി കൊന്നതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പല സമയത്തും ഇപ്പം മദ്യപിച്ചു എന്ന് പറയുന്നത്. അപ്പം അത്രയും മുഴുത്ത മദ്യപാനത്തിലോട്ടൊന്നും ഇവൻ പോയിട്ടില്ല, അല്ലെങ്കിൽ അവന് വണ്ടി ഓടിക്കലും ബാക്കി കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് ചെറിയൊരു രീതിയിലുള്ള ഒരു കിക്ക് എന്നുള്ള രീതിക്കൊക്കെ പോകുന്ന ഒരു സംഭവമാണ്. 2-3 ഗ്ലാസ്സിൽ നിൽക്കുന്നതായിരിക്കും. അത് ഓരോരുത്തരുടെ ശാരീരിക അവർ ഉപയോഗിക്കുന്ന അനുസരിച്ചൊക്കെ ഇരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലപ്പുറത്തേക്ക് എന്തോ ഒരു വലിയ ലഹരി ആ മനസ്സിൽ അത്രയും ആഴത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ക്രൂരകൃത്യം കൊല്ലാനായിട്ട് അവർക്ക് കഴിയുള്ളൂ. അപ്പം ഇതിലൊരു ലഹരി, അവൻ്റെ ഈ പറയുന്ന യൂറിനും ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടും അങ്ങനെ ഒരു ലഹരി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മനസ്സിനെ ബാധിച്ച ലഹരിയാണ്, അത് ആർഭാടം എന്ന ലഹരിയാണ്, അത് പണം എന്ന ലഹരിയാണ്. ആ പണം അവൻ ചോദിക്കുന്ന സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ അവൻ സ്നേഹിക്കും, മിണ്ടില്ല. പക്ഷെ അത് കൊടുക്കാതാകുന്ന സമയത്ത് അവൻ തിരിഞ്ഞു കൊത്തും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് സ്നേഹബന്ധങ്ങൾക്ക് യാതൊരു വിലയും കാണില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷെ ചെറിയൊരു പശ്ചാത്താപത്തിൻ്റെ ഒരു ആളിക്കത്തൽ കാണുമായിരിക്കും. അതായിരിക്കും ഇപ്പോൾ അഫാനിലും കാണാൻ കഴിയുന്നത്.